ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. ഞാൻ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ. ദ മോസ്റ്റ് ന്യൂട്രിയൻ ഡെൻസ് സൂപ്പർ ഫുഡ് ഓൺ എർത്ത്, സ്പിരുലിന. എന്താണ് സ്പിരുലിന? സെഞ്ച്വറീസ് ആയിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, ഒരു പായൽ വർഗത്തിൽപ്പെടുന്നതാണ് സ്പിരുലിന. നാസ ഈ ഒരു സ്പിരുലിന ആസ്ട്രോനോട്ട്സ് സ്പേസിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈലി ഡെൻസ് ന്യൂട്രിയൻ വാല്യൂ ആൻഡ് ഈസി ഡൈജസ്റ്റബിലിറ്റി. സ്പിരുലിന ഫ്രഷ് വാട്ടറിലും ലൈറ്റ് സോൾട്ട് വാട്ടറിനകത്തും ഫാം ചെയ്യുന്നതാണ്. പക്ഷേ ക്ലീൻ ആൻഡ് ഫ്രഷ് വാട്ടറിൽ ഫാം ചെയ്യുന്നതാണ് ഏറ്റവും സേഫും ഹയർ ക്വാളിറ്റിയിലുള്ളത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്പിരുലിന ഗോൾഡിനെ പറ്റിയാണ്. ഇതൊരു സൂപ്പർ ഫുഡാണ്. ഇതൊരു പായൽ വർഗത്തിൽപ്പെടുന്നതാണ്. 60% പ്രോട്ടീനാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. 9 അമിനോ ആസിഡ്സും വൈറ്റമിൻസ് ആയ B1, B2, B3, അയോൺ ആൻഡ് കോപ്പർ ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. എങ്ങനെ ഇതൊരു സൂപ്പർ ഫുഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദാറ്റ് ഇസ് നീഡഡ് ഫോർ എ ബോഡി. അതായത് അയോൺ, മിനറൽസ്, പ്രോട്ടീൻ. ഫോർ എക്സാമ്പിൾ, പാലിലുള്ളതിലും 7 മടങ്ങ് കാൽഷ്യം സ്പിരുലിനയിലുണ്ട്. മുട്ടയിലുള്ളതിനേക്കാളും 6 മടങ്ങ് പ്രോട്ടീൻ. വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുള്ളതിൽ 10 മടങ്ങ് പൊട്ടാഷ്യം. ലീഫി വെജിറ്റബിൾസിലുള്ളതിലും 50 മടങ്ങ് അയോൺ. ഇതെല്ലാം സ്പിരുലിനയിലുണ്ട്. സ്പേസിൽ പോകുന്ന ആൾക്കാർ മാസങ്ങളോളം വേണ്ട ഭക്ഷണമായിട്ടാണ് സ്പിരുലിന കൊണ്ടുപോകുന്നത്. 30 ഗ്രാം ഫിഷ്, 300 ഗ്രാം ചിക്കൻ, 2 കിലോ ക്യാബേജ്, ഇതിലൊക്കെയുള്ള ഗുണങ്ങൾ ഒരു സ്പിരുലിനയിലുണ്ടെങ്കിലും ഒരു റിച്ച് സോഴ്സ് ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ടു മാനേജ് ദ ഫ്രീ റാഡിക്കൽസ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനും സ്പിരുലിനയ്ക്കുണ്ട്. വളരെയധികം എനർജി തരുന്നു. ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ചെയ്യാനും BP കൺട്രോൾ ചെയ്യാനും സഹായിക്കും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന DHA, ഡോക്കോസ എക്സോണിക്, അതായത് ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്, വളരെയധികം ബ്രെയിൻ, സ്കിൻ ആൻഡ് ഐ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ളത്. ജോയിൻറ്റ് ഹെൽത്തിനും ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഏജിങ് പ്രോസസ് സ്ലോ ഡൗൺ ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്, എക്സാമ്പിൾ വൈറ്റമിൻ സി പോലെ സിട്രസ് ഫ്രൂട്ട്സിൽ നിന്ന് അടങ്ങിയിരിക്കുന്നതാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഇൻക്രീസ് ചെയ്യാൻ, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്, റെസ്പിറേറ്ററി ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും കലറി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. കൂടാണ്ട് കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഈസ്റ്റാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു നോർമൽ ഫംഗസ് ആണ്. അതൊരു ഹാമും നമുക്ക് ഉണ്ടാക്കുന്നില്ല. അത് നമ്മുടെ ഗട്ടിൽ, നമ്മുടെ മൗത്തിൽ, ജെനറ്റൽ ഏരിയയിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഓവർ ഗ്രോത്ത് കാൻഡിഡയാസിസ് എന്ന് പറഞ്ഞൊരു ഫംഗൽ ഇൻഫെക്ഷനിലേക്ക് എത്തിക്കാറുണ്ട്. സ്പിരുലിന ഇതിൻ്റെ ഓവർ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതെയും ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കൂടാണ്ട് സ്ഥിരമായിട്ട് ടൊബാക്കോ ചൂവ് ചെയ്യുന്ന ആൾക്കാരിൽ വായിലുണ്ടാകുന്ന ചെറിയ ലീഷൻ, ചെറിയ തടുപ്പുകൾ, ഒരു പ്ലേസിബോ കൺട്രോൾ സ്റ്റഡിയിൽ സ്ഥിരമായി സ്പിരുലിന യൂസ് ചെയ്യുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതായിട്ട് പറയുന്നു. ഇതൊരു വെജിറ്റേറിയൻ ക്യാപ്സ്യൂളാണ്. വെജിറ്റേറിയൻസിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നോർമലി വെജിറ്റേറിയൻസിന് പല രീതിയിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സ്ഥിരമായിട്ട് സ്പിരുലിന കഴിക്കുമ്പോൾ ഈ ഡെഫിഷ്യൻസി വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ആർക്കൊക്കെ കഴിക്കാം? സ്ഥിരമായിട്ട് ഭക്ഷണം കുറവെടുക്കുന്ന വ്യക്തികൾ, വയസ്സായ ആൾക്കാർ, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് വരിക, വളരെ തിരക്ക് കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് വരുന്ന ഒരു ബിസി ലൈഫ് സ്റ്റൈലിലുള്ള ആൾക്കാർക്ക്, ഡയബറ്റിക് പേഷ്യൻസ്, വളരെ കൺട്രോൾഡ് ആയിട്ട് ഫുഡ് എടുക്കുന്ന ആൾക്കാർ, അവരുടെ ബോഡിയിൽ വേണ്ട ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി വരികയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാവുന്നതാണ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. വേഗൻ പീപ്പിൾ, അതായത് മത്സ്യമാംസങ്ങൾ, പാൽ പ്രൊഡക്റ്റും കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിനകത്ത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇല്ലാണ്ടിരിക്കാനായിട്ട് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സ്പിരുലിന. എപ്പോഴും സ്പിരുലിന സെലക്ട് ചെയ്യണത് അതിൻ്റെ നല്ല ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്വാളിറ്റി അത് എവിടെ വളർത്തണമെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഏത് വെള്ളത്തിൽ വളരണു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാണ്ട് ഇതിന് ഓൺ ആൻഡ് ഓൺ സ്പിരുലിന ഗോൾഡിനകത്ത് ജലാറ്റിൻ അല്ലെങ്കിൽ അനിമൽ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 100% വെജിറ്റേറിയൻ പ്രോഡക്റ്റാണ്. ഒരു ഡെയിലി ന്യൂട്രീഷണൽ ഇൻടേക്കിന് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് സ്പിരുലിന. ഇതിൻ്റെ ഡോസേജ്, സ്ഥിരമായിട്ട് ഭക്ഷണം വളരെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി 2 എണ്ണം കഴിക്കുക, രാവിലെയും വൈകുന്നേരം കഴിക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്കും കഴിക്കാവുന്നത് കൊണ്ട് തന്നെ ഇത് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കണം എന്നില്ല. ഇത് നമുക്ക് വെറും വയറ്റിലാണെങ്കിലും കഴിക്കാവുന്നതാണ്. കാരണം ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും, ഭക്ഷണം കഴിക്കാൻ നേരമില്ലാത്ത ആൾക്കാർക്കും, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ, കുട്ടികൾ, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അതല്ല കുറച്ച് ഫുഡൊക്കെ കഴിക്കാനുണ്ട്, പക്ഷേ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയിലാണെന്ന് നമുക്ക് നമ്മുടെ വേണ്ട രീതിയിലുള്ളൊരു ഫുഡ് ഇൻടേക്ക് ഇല്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ഡെയിലി ഒരെണ്ണം എന്തായാലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഇല്ലാണ്ടിരിക്കാനായിട്ട് എല്ലാവരും സ്പിരുലിന ഒരു ശീലമാക്കാം. For more product related videos, just subscribe this channel. Thank you. Bye-bye.